അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഷോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡറിന് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല. ഷോൾഡർ ഇറങ്ങിപ്പോയി എന്നുള്ള പ്രശ്നമില്ല, ലൂസാണെന്നുള്ള പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ബോഡി മെഷർമെൻ്റാണ് കേട്ടോ. ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡറാണ് ഞാനിവിടെ പറയുന്നത്, അല്ലാതെ അളവ് ചുരിദാറിൽ നിന്ന് എടുത്ത കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ശരിയാവില്ല. നമ്മുടെ കറക്റ്റ് ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബോഡിയിൽ നിന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ 14 ഇഞ്ചാണ്. നിങ്ങൾക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാക്കിൽ ടേപ്പ് പിടിച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫുൾ ഷോൾഡർ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 14 ഇഞ്ചാണ്. നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടല്ലേ ചെയ്യുന്നത്. ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഹാഫാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് എത്രയാണ്? 7 ഇഞ്ച്. അപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് 7 ഇഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ കാൽക്കുലേഷൻസും ഇക്വേഷൻസും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മുടെ ബാക്കിൻ്റെ നെക്ക് ലെങ്ത് ഒരു 3 ഇഞ്ചാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ്. നമുക്ക് 1, 2 തൊട്ട് 10 വരെയൊക്കെ ബാക്ക് നെക്ക് ലെങ്ത് എടുക്കാം. 1ൻ്റെയും 2ൻ്റെയും കാര്യം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പം നമുക്ക് 3 ഇഞ്ച് തൊട്ട് തുടങ്ങാം. അപ്പം 3 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ? ഈ 3ൽ നിന്ന് നമ്മളൊരു 2 മൈനസ് ചെയ്യുക. 3ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 3ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇനിയിപ്പോൾ ഈ 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് കേട്ടോ. നിങ്ങളുടെ നെക്ക് ലെങ്ത് ഒരു 10 ആണെങ്കിൽ 10ൽ നിന്നും 2 മൈനസ് ചെയ്യുക. 5 ആണെങ്കിൽ 5ൽ നിന്നും 2 മൈനസ് ചെയ്യുക. ഇപ്പം നമുക്ക് 3 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 ഇഞ്ചാണ് അല്ലേ? അപ്പോൾ ആ 1 ഇഞ്ച് അവിടെ കിടക്കട്ടെ. ഇനി വേണ്ടത് നമ്മൾ ഈ 1 ഇഞ്ചുണ്ടല്ലോ, ആ 1 ഇഞ്ചിനെ 0.25 കൊണ്ട് നമ്മൾ ഗുണിക്കണം, ഇൻറ്റു ചെയ്യണം. 0.25 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.25നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0.25 തന്നെയാണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3ൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ 1 കിട്ടി. ആ 1നെ നമ്മൾ 0.25 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 0.25 തന്നെ കിട്ടി. ഇനി ഈ 0.25നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ 7 ഇഞ്ച്, ആ 7 ഇഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? 7ൽ നിന്ന് 0.25 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.75 കിട്ടും. ഈ 6.75 എന്നുള്ളതാണ് നമ്മുടെ ഷോൾഡർ. അതായത് 3 ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് ഉള്ള ഒരാളുടെ ഷോൾഡർ 6.75 വരുന്നത്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ ഒരു ഉദാഹരണത്തിനായിട്ട് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 5 ഇഞ്ച് നെക്ക് ലെങ്ത്ത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 5ൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യണം? 2 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടത്തില്ലേ? മനസ്സിലായോ? 3 കിട്ടി. ഇനി ഈ 3നെ നമ്മൾ എന്ത് ചെയ്യണം? 0.25 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതായത് 0.25 ഇൻറ്റു 3, 25നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 2 പോയിൻ്റ് സ്ഥാനം മാറ്റി കൊടുത്തിട്ടാൽ മതി. അതായത് 0.75 എന്ന് വരും. 3/4 ഇഞ്ച് എന്നൊക്കെ പറയില്ലേ, അതാണ് 0.75. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഈ 0.75 അങ്ങോട്ട് മൈനസ് ചെയ്യുക. 7ൽ നിന്ന് 0.75 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6.25. അപ്പോൾ 5 നെക്ക് ലെങ്ത് ഉള്ള ഒരാൾക്ക് ഷോൾഡർ വരുന്നത് 6.25. അപ്പം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? 4 ഇഞ്ച് വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നതാണ്. നെക്ക് ലെങ്ത്ത് കൂടുന്തോറും ഷോൾഡർ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ചെറിയ നെക്ക് ഒക്കെ ആണെങ്കിൽ 5 ഇഞ്ചൊക്കെ അത്യാവശ്യം
ഇറക്കമുള്ള ലെങ്ത്ത് തന്നെയാണ്. ഇനി ബ്ലൗസിനൊക്കെ ചിലപ്പോൾ വെക്കുമ്പോൾ നമ്മൾ 9 ഇഞ്ചും 10 ഇഞ്ചും ഒക്കെ നെക്കിൻ്റെ ലെങ്ത്ത് വെക്കാറില്ലേ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വെക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 9ൽ നിന്ന് 2 മൈനസ് ചെയ്തു. എത്രയാണോ നിങ്ങൾ വെക്കുന്നത് അതിൽ നിന്ന് ആദ്യം 2 മൈനസ് ചെയ്യുക. മനസ്സിലായില്ലേ? 9ൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടി. ഇനി എന്ത് ചെയ്യണം, 7നെ നമ്മൾ 0.25 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് നമുക്ക് കണക്ക് കൂട്ടി ചെയ്യാം. 7 ഇൻറ്റു 0.25 അപ്പോൾ എത്ര കിട്ടും? 1.75 എന്ന് കിട്ടും. 1.25 ഇഞ്ച് 1.75. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഈ 1.75 അങ്ങോട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? ഷോൾഡർ 7ആണ്. 7ൽ നിന്ന് 7 മൈനസ് 1.75 അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.25 എന്ന് കിട്ടും. അപ്പോൾ ഈ 5.25 നമ്മുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ 9 ഇഞ്ച് നെക്ക് ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഷോൾഡർ വരുന്നത് 5.25 അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് 10ഓ 11ഓ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നെക്കിൻ്റെ ലെങ്ത് ഇറക്കാം. എന്നാലും ഒരു 10ഒക്കെയാണ്, അതിൽ കൂടുതലൊന്നും അങ്ങനെ ഇറക്കി കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ നല്ല പെർഫെക്റ്റായിട്ടിരിക്കും. നമ്മൾ ബൊട്ടിക്കിലൊക്കെ ചെയ്യുന്നതല്ലേ, അത് ഈ ഒരു മോഡലാട്ടോ. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആം ഹോളും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാത്രമാണ് പറയുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ കാണാത്ത ഒരു സംഭവമുണ്ട്. അതായത് ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ആണെങ്കിൽ എത്രയാണ്? നമ്മൾ 3 തൊട്ടല്ലേ കണ്ടേ. അപ്പോൾ 2 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഏതാണ് ഇക്വേഷൻ? ബാക്ക് നെക്ക് ലെങ്ത്ത് -2 ഇൻറ്റു 0.25 കിട്ടുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇതാണ് ആ ഇക്വേഷൻ. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളുക, മറന്നു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഷോൾഡർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഓരോരോ ഇക്വേഷൻസ് ഉണ്ട്. നമുക്കത് അറിയില്ലാഞ്ഞിട്ടാണ്. നമ്മളൊരു കോമൺ അളവ് വെച്ച് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ അങ്ങനത്തെ കാര്യം പറയുമ്പോൾ ചുളിവുകളും അങ്ങനത്തെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഈ ഷോൾഡർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് ഉണ്ടെങ്കിൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഷോൾഡറിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയാൽ മതി. മനസ്സിലായോ? ഇതിൽ ഇക്വേഷൻ ബാധകമല്ല ഈ 1ൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ 7 + 0.25 എന്ന് പറയുമ്പോൾ 7.25, അതായത് 7.25 ഇഞ്ചായിരിക്കണം ഷോൾഡർ 7.25 ഇഞ്ചായിരിക്കണം. ഇനി ബാക്ക് നെക്ക് ലെങ്ത് 2 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 2ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 0, അതിൻ്റെ കൂടെ 0.25 ഇൻറ്റു ചെയ്യുമ്പോൾ 0 തന്നെ വരും. 7 മൈനസ് 0 = 7 ആയിട്ട് വരും. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് 2 ആണെങ്കിൽ നമ്മുടെ ഷോൾഡർ എത്രയാണോ നമ്മുടെ ഷോൾഡർ അത് തന്നെയായിരിക്കും ഷോൾഡർ വരുന്നത്. ഇവിടെ 7 ഇഞ്ചാണ്, അതുകൊണ്ട് ആ 7 തന്നെ. 8 ആണെങ്കിൽ 8 തന്നെ വരും. അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോകാതെ നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ഷോൾഡർ അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂടുതലാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഏത് ഷോൾഡർ ആയിക്കോട്ടെ, ഷർട്ടായിക്കോട്ടെ, എന്തിനായാലും കോളറാണോ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി ഷോൾഡർ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡർ പെർഫെക്റ്റായിട്ട് നമ്മൾ ഇട്ട് തയ്പ്പിക്കും എന്നൊക്കെ പറയില്ലേ, അത് അത്ര കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.